ഹലോ, ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 മൊഡ്യൂളുകൾ ഇതുവരെ പഠിച്ചത് എന്താണെന്ന് നോക്കാം. പ്രോഡക്ട്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, പ്രൈസിംഗ് ആൻഡ് സ്കീം, ദൈനംദിന ജോലി. ഇപ്പോൾ ആരംഭിൻ്റെ അവസാന ട്രെയിനിങ് മൊഡ്യൂൾസ് ഒരു DS എന്ന നിലയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. നിങ്ങളുടെ ഏണിങ്സ് എങ്ങനെ ഉറപ്പാക്കാം, മാർക്കറ്റിൽ ജോലി ചെയ്യുമ്പോൾ വജ്രയിൽ നിങ്ങളുടെ പെർഫോമൻസ് നിരീക്ഷിച്ച് നിങ്ങളുടെ അടുത്ത ഘട്ടങ്ങൾ എങ്ങനെ ആസൂത്രണം ചെയ്യാം. ഈ ക്രമത്തിൽ ഒന്നാമതായി നിങ്ങളുടെ ടോട്ടൽ ഇൻകം 2 തരത്തിൽ നിർണ്ണയിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഒന്ന്, ഫിക്സഡ് പാർട്ട്. ഈ പണം നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു ഫിക്സഡ് സാലറി ആയിട്ട് ലഭിക്കും. 2, വേരിയബിൾ പാർട്ട്. ഫിക്സഡ് സാലറിക്ക് പുറമെ മുഴുവൻ മാസത്തെയും നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന പണം നിങ്ങളുടെ ഇൻസെൻറ്റീവ്സ് ആയിരിക്കും. നിങ്ങളുടെ ഇൻകത്തിൻ്റെ ഒരു നിശ്ചിത തുക പ്രകാരം എല്ലാ മാസവും ലഭിക്കുന്ന ഭാഗമാണ് സാലറി. ഇൻസെൻറ്റീവ്സിനെ കുറിച്ച് അറിയാം. ഒരു മുഴുവൻ മാസത്തെയും ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു പാരാമീറ്ററും അതിൻ്റെ അച്ചീവ്മെൻറ്റ്സും മുൻനിർത്തിയാണ് ഇൻസെൻറ്റീവ്സ് കണക്കാക്കുന്നത്. ഇത് DSPM എന്നാണ് അറിയപ്പെടുന്നത്. വരൂ, ഇനി നമുക്ക് DSPMനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. DSPM മനസ്സിലാക്കുന്നതിന് മുമ്പ് വജ്രയിൽ ഉപയോഗിക്കുന്ന ചില നിബന്ധനകൾ അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഏണിങ്സ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ആപ്പ് സ്ക്രീനിൽ ഈ പാരാമീറ്റേഴ്സ് ഓരോന്നായി ശ്രദ്ധാപൂർവം മനസ്സിലാക്കുകയും ഓരോ പാരാമീറ്റേഴ്സ് അച്ചീവ് ചെയ്യുന്നതിനാവശ്യമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക. ആദ്യമായി നമുക്ക് ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ വിന്നർ SKUsകളുണ്ട്. ഈ പാരാമീറ്ററിൽ ഓരോ ഷോപ്പിൻ്റെയും പ്രൊഫൈൽ പ്രകാരം കഴിഞ്ഞ മാസം അവർ വാങ്ങിയ പ്രോഡക്റ്റ്സ് അനുസരിച്ച് നിങ്ങൾ എല്ലാ ലൈൻസും വിവിധ ഷോപ്പുകളിൽ വിൽക്കുമ്പോൾ അത് പ്രോഡക്റ്റ് റേഞ്ച് വർദ്ധിപ്പിക്കാനും അതുമൂലം ഡിസ്ട്രിബ്യൂഷൻ മെച്ചപ്പെടുത്താനും സാധ്യമാകും. ഔട്ട്ലെറ്റുകൾക്ക് അനുസൃതമായി ഈ SKUsകളെല്ലാം വജ്രയിൽ മഞ്ഞ നിറത്തിൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ പെർഫോമൻസ് അടിസ്ഥാനമാക്കി നിങ്ങളുടെ ഇൻസെൻറ്റീവ്സ് ലഭിച്ചതിന് ശേഷം ആ മാസം കഴിഞ്ഞാലാണ് ഇതും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യെല്ലോ അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് SKUsൻ്റെ പ്ലാൻ പൂർണ്ണമായും അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. റെഡ് SKUs, ഈ പാരാമീറ്റേഴ്സിന് കീഴിൽ കഴിഞ്ഞ 2 മാസമായി ബില്ല് ചെയ്യാത്ത കടകളിൽ നിങ്ങൾ ആ ലൈൻസ് അല്ലെങ്കിൽ SKUs വിൽക്കണം. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ SKUs വജ്രയിൽ ചുവപ്പായി കാണപ്പെടുന്നതിനാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അവയെ തിരിച്ചറിയാനാകും. NPD ഓർ ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച്. ഈ പാരാമീറ്ററിന് കീഴിൽ ന്യൂലി ലോഞ്ച്ഡ് പ്രോഡക്റ്റ് നിങ്ങളുടെ ബീറ്റ്സിൽ കഴിയുന്നത്ര സ്റ്റോറുകളിൽ സ്ഥാപിക്കേണ്ടതുണ്ട്. വജ്രയിൽ നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഓറഞ്ച് നിറത്തിൽ കാണാൻ സാധിക്കും. ഈ അച്ചീവ്മെൻറ്റ്സ് നിങ്ങളുടെ പ്രതിമാസ പ്ലാൻ അനുസരിച്ചാണ് കണക്കാക്കപ്പെടുന്നത്. അത് പ്രകാരമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസെൻറ്റീവ്സ് ലഭ്യമാകുക. വൈറ്റ് SKUs എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ SKUsകൾ കടകളിൽ സ്ഥിരമായി ബിൽഡ് ആണ്. വജ്രയിൽ പ്രത്യേക നിറത്തിലൊന്നും ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. കടകളിൽ നിങ്ങൾ അവയുടെ അവൈലബിലിറ്റി എപ്പോഴും നിലനിർത്തണം. ഫോക്കസ് SKUs, ഈ പാരാമീറ്ററിന് കീഴിൽ കടകളിൽ കൂടുതൽ വിൽക്കേണ്ട ലൈൻസ്, കാറ്റഗറീസ് എന്നിവയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. റെഡ് ഔട്ട്ലെറ്റ്സ്, ബീറ്റ് അടിസ്ഥാനമാക്കി ഈ കടകൾ വജ്രയിൽ ചുവന്ന നിറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നേരത്തെ ബിൽഡ് ഈ കടകളിലായ ഈ മാസം പോലും ഇതുവരെ ബില്ലിംഗ് നടന്നിട്ടില്ല. ഈ ഷോപ്പുകളിൽ പ്രോഡക്റ്റ്സ് എങ്ങനെ വിൽക്കണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ
നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ അവൈലബിലിറ്റി എല്ലാ ബീറ്റുകളിലും ഷോപ്പുകളിലും നിലനിൽക്കും. ടോട്ടൽ ലൈൻസ് കട്ട്, ഈ പാരാമീറ്ററിന് കീഴിൽ ഓരോ സ്റ്റോറിലെയും വ്യത്യസ്ത ലൈൻസ് അല്ലെങ്കിൽ SKUsകളുടെ ടാർഗറ്റ് അവയുടെ സെയിൽസ് പൊട്ടൻഷ്യലിന് അനുസരിച്ച് നിങ്ങളുടെ വജ്രയിൽ കാണിച്ചിരിക്കുന്നു. പ്ലാൻ അനുസരിച്ച് നിങ്ങളുടെ ബീറ്റിൻ്റെ എല്ലാ സ്റ്റോറുകളിലും കഴിയുന്നത്ര ലൈൻസ് വിൽക്കാൻ ശ്രമിക്കണം. അത് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനും റേഞ്ചും ഒക്കെ മെച്ചപ്പെടുത്തും. നമ്മൾ DSPM എന്ന് വിളിക്കുന്ന ഇൻസെൻറ്റീവ്സുമായി ബന്ധപ്പെട്ട എല്ലാ പാരാമീറ്റേഴ്സും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാസാവസാനം DSPMൻ്റെ ഈ എല്ലാ പാരാമീറ്റേഴ്സിൻ്റെയും പ്ലാനും അച്ചീവ്മെൻറ്റും അടിസ്ഥാനമാക്കിയാണ് നിങ്ങളുടെ ഇൻസെൻറ്റീവ്സ് കണക്കാക്കുന്നത് എന്നത് ഇവിടെ ഓർമ്മിക്കേണ്ടതാണ്. DSPMൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും പഠിച്ച ശേഷം മാർക്കറ്റിൽ പ്രവർത്തിക്കുമ്പോൾ വജ്രയിലെ ഈ പാരാമീറ്റേഴ്സ് അടിസ്ഥാനമാക്കി നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് എങ്ങനെ ആസൂത്രണം ചെയ്യുകയും രേഖപ്പെടുത്തുകയും ചെയ്യുമെന്നും നിങ്ങളുടെ അടുത്ത ഘട്ടങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നും നോക്കാം. ആദ്യം വജ്രയിലേക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ നിങ്ങളുടെ ഓവറോൾ അച്ചീവ്മെൻറ്റ്സ് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ കാണാൻ സാധിക്കും. ഇവിടെയുള്ള DSPM ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ സ്ക്രീന് ദൃശ്യമാകും. മുകളിൽ വലതുവശത്തുള്ള കാറ്റഗറി ഗ്രൂപ്പിൻ്റെ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് നിങ്ങളുടെ കാറ്റഗറി തിരഞ്ഞെടുക്കുക. 2 തരത്തിലുള്ള റിപ്പോർട്ട്സ് ഇവിടെ ലഭ്യമാണ്. ആദ്യം മന്ത് ടു ഡേറ്റ്, രണ്ടാമത് ടുഡേ. ഈ 2 ടാബുകളിലും നിങ്ങളുടെ ടാർഗറ്റും അച്ചീവ്മെൻറ്റ്സും നിങ്ങൾക്ക് കാണാം. ഇവിടെ ഈ ചാർട്ട്സ് വഴി നിങ്ങളുടെ ഓവറോൾ ബിസിനസ് അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഇതിന് തൊട്ട് താഴെയായി കറണ്ട് മന്തിലെയും പ്രീവിയസ് മന്തിലെയും കുറിച്ചുള്ള വിവരങ്ങൾക്കായി നിങ്ങൾക്ക് വ്യത്യസ്ത ബട്ടൺസ് ലഭിക്കും. കറണ്ട് മന്തിലെ DSPM വിശദമായി മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഓവറോൾ ബിസിനസ് അച്ചീവ്മെൻ്റ് ഉണ്ട്. ഈ പാരാമീറ്ററിൽ നിങ്ങളുടെ മന്ത്ലി സെയിൽസ് പ്ലാൻ മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് നൽകും. ഇത് അനുസരിച്ച് നിങ്ങളുടെ മന്ത്ലി സെയിൽസ് അച്ചീവ്മെൻറ്റ് കാണുകയും ഇതനുസരിച്ച് ഈ പാരാമീറ്ററിൽ നിങ്ങൾ എത്ര പോയിൻറ്റ്സ് നേടുമെന്ന് നിർണ്ണയിക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങളുടെ ഷോപ്പിൽ കഴിയുന്നത്ര പ്രൊഡക്ട്സ് വിൽക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കൂടാതെ മുഴുവൻ മാസത്തെയും സെയിൽസ് പ്ലാൻ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് ഫോക്കസ് പ്രോഡക്റ്റ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതിനെക്കുറിച്ച് നിങ്ങളുടെ ഫോക്കസ് പ്രോഡക്റ്റിൻ്റെ ടാർഗറ്റും അച്ചീവ്മെൻറ്റ്സും ഇവിടെ നിങ്ങൾ കാണും. ഫോക്കസ് പ്രോഡക്റ്റിനും താഴെ വിന്നർ SKU അല്ലെങ്കിൽ യെല്ലോ SKU അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് SKU എന്നിവയുടെ ടാർഗറ്റും അച്ചീവ്മെൻറ്റ്സും നിങ്ങൾ കണ്ടെത്തും. ഇതിന് ശേഷം ഗേറ്റ് പാരാമീറ്റർ വരുന്നു. അവിടെ നിങ്ങൾ ജോലി ചെയ്ത ദിവസങ്ങളുടെ എണ്ണം ദൃശ്യമാകും. അടുത്തത് ഫോക്കസ് പ്രോഡക്റ്റ്. ഇവിടെ ടാർഗറ്റിൻ്റെയും അച്ചീവ്മെൻറ്റ്സിൻ്റെയും വിശദാംശങ്ങൾ നിങ്ങൾ കാണും. ചുവടെ ന്യൂലി ലോഞ്ച്ഡ് പ്രൊഡക്ട്സിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ കാണും. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ വിന്നർ SKUs, റെഡ് ഔട്ട്ലെറ്റ്സ്, റെഡ് SKUs മുതലായവയ്ക്കുള്ള കൺവേർഷൻ ടാർഗറ്റ്സ്, അച്ചീവ്മെൻറ്റ്സ് ആൻഡ് പെർസെൻറ്റേജസ് എന്നിവ നിങ്ങൾ കണ്ടെത്തും. അതുപോലെ പ്രീവിയസ് മന്ത് തിരഞ്ഞെടുത്താൽ കഴിഞ്ഞ മാസത്തെ പെർഫോമൻസും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതോടെ നമ്മളുടെ അവസാന മൊഡ്യൂൾ ഇൻകം ഓഫ് DS അവസാനിച്ചിരിക്കുന്നു. ഈ മൊഡ്യൂളിൽ നിങ്ങൾ ഇൻകം കമ്പോണൻസ്, സാലറി, ഇൻസെൻറ്റീവ്സ് എന്നിവയെക്കുറിച്ച് പഠിച്ചു. DSPM അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് പാരാമീറ്റേഴ്സിൽ നമ്മൾ പഠിച്ചത് ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ വിന്നർ SKU, റെഡ് SKU, വൈറ്റ് SKU, NPD,
ഫോക്കസ് പാരാമീറ്റർ അല്ലെങ്കിൽ കാറ്റഗറി, റെഡ് ഔട്ട്ലെറ്റ്സ്, ടോട്ടൽ ലൈൻസ് കട്ട്, DSPM അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് പാരാമീറ്റേഴ്സിൽ ഈ എല്ലാ പാരാമീറ്റേഴ്സും വജ്രയിൽ എങ്ങനെ കാണാമെന്ന് നമ്മൾ പഠിച്ചു. ഇതോടെ ആരംഭ് എന്ന ഈ അതുല്യമായ ട്രേഡിംഗ് മൊഡ്യൂളിൻ്റെ അവസാനത്തിൽ നമ്മളെത്തി. ഇപ്പോൾ കുറച്ച് ചോദ്യോത്തര സെക്ഷന് ശേഷം നിങ്ങൾക്ക് മാർക്കറ്റിലേക്ക് തയ്യാറാകാം. മാർക്കറ്റിൽ ജോലി ചെയ്യുമ്പോൾ ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഒരു സുവർണ്ണ ഭാവിയിലേക്ക് നീങ്ങുക. ഓൾ ദി ബെസ്റ്റ്. ഒപ്പം ഹാപ്പി സെല്ലിംഗ്.